hello, welcome back to the channel. UGC NET എക്സാമിന്റെ പേപ്പർ 1ലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് എന്നതിനേക്കാൾ ഉപരി UGC NET എക്സാമിന് പൊതുവെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ നിന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമ്മൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. കാരണം ഈ ഒരു പെർസെൻറ്റേജ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് മറ്റു പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജിന്റെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാം. നമുക്ക് ഇന്ന് എന്താണ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെർസെൻറ്റേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പെർസെൻറ്റേജ് അല്ലെ, പെർസെന്റ് അപ്പൊ ആക്ക് തന്നെ എന്താ പറയുന്നത്, പെർ സെന്റ് എന്നാണ്. സെന്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അല്ലെ, സെഞ്ചുറി എന്നൊക്കെ ഒന്ന് ഓർത്തോളൂ. പെർ സെന്റ് മലയാളത്തിലൊന്ന് ആലോചിക്കുക, ശതമാനമാണ്. ശത അല്ലെങ്കിൽ ശതം എന്ന് പറയുന്നത് 100 അല്ലെ, 100 ആണ്. അപ്പം 100ന്റെ എത്ര അല്ലെങ്കിൽ പെർ 100, 100ൽ എത്ര, ഇതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അതായത് എക്സ് ശതമാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറയുന്നത് 100ന്റെ എത്ര എന്നുള്ളൊരു ടോണിലാണ് അവിടെ വരിക. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. 100ൽ എത്ര ഭാഗം. ഇനി ഉദാഹരണത്തിന് 20% എന്ന് നമ്മൾ പറയാ വിചാരിക്കും. 20% എന്ന് പറഞ്ഞാല് 20 × 1/100 ആണ് അല്ലെ. അതായത് 20/100. ആൻസർ എത്രയാ വരിക? 1/5 ആണ്. അതായത് 20% എന്ന് പറയുന്നത് 100നെ സംബന്ധിച്ച് അതിന്റെ 5ൽ 1 ഭാഗമാണ് 20. മനസ്സിലായോ? 100നെ സംബന്ധിച്ച് അതിന്റെ 5ൽ 1 ഭാഗമാണ് ഈ പറയുന്ന 20 എന്ന് പറയുന്ന വാല്യൂ. ഇനി ഡെസിമൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 0.2 ആണ് ഇതിന്റെ ഡെസിമൽ വാല്യൂ വരിക. 20% ഡെസിമൽ വാല്യൂ വരിക. അതായത് 100ന്റെ എത്ര ഭാഗം, അതാണ് പെർ സെന്റ്. 100ൽ എത്ര, ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ x × 1/100 ആണ്. അതായത് x/100 എന്ന് പറയുന്ന ഒരു വാല്യൂലാണ് എത്തുക. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 30% അല്ലെങ്കിൽ 30% ഓഫ് 90 എന്നൊരു ചോദ്യം വരികയാണ് നിങ്ങൾക്ക്. 90ന്റെ 30% എത്ര, ഇതാണ് ചോദ്യം. 90നെ സംബന്ധിച്ച് അതിന്റെ 30%, ഈ 90ന്റെ 30% എത്രയാണ്? 30% ഓഫ് 90, അതിന്റെ ആൻസർ എത്രയാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 90 ഇവിടെ ബേസ് വാല്യൂ ആണ്. നിങ്ങളുടെ ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ബാക്കി കാൽക്കുലേഷൻസ് നടക്കുക. അതാണ് ബേസ് വാല്യൂ. ഇനി ബേസ് വാല്യൂ കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ ആണ് ഏത്? നിങ്ങളുടെ ബേസ് വാല്യൂ. ഓഫ് കഴിഞ്ഞ് വരുന്ന, അതായത് 90ന്റെ എത്രയാണെന്നാ ചോദിക്കുന്നത്. നമുക്ക് 90 തന്നെ അവിടെ എഴുതണം, അല്ലെങ്കിൽ 90നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാൽക്കുലേഷൻസ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു ബേസ് വാല്യൂ ആണ്. നമുക്ക് ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങൾ ബേസ് വാല്യൂ ആദ്യം തന്നെ എടുത്ത് എഴുതി. ഇനി 90ന്റെ എത്ര ശതമാനമാണ് ചോദിക്കുന്നത്? 30% എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി 1/100 എന്ന് ഇട്ടിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ എഴുതിയാലും 30/100 എന്ന് എഴുതിയാലും സെയിം ആണ്, വാല്യൂ സെയിം ആണ്. അപ്പം ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ്, ആ ബേസ് ഒന്ന് ക്ലിയർ ആക്കിയതാണ് അവിടെ. ഇപ്പൊ 90 × 30/100 ഇതായിരിക്കും നമ്മളുടെ ഫോർമുല. അതായത് എക്സ് പെർസെന്റേജ് ഓഫ് y എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്തായിരിക്കും? x/100 × y.
y ആണ് ഇവിടുത്തെ ബേസ് ഫോർമുല. നിങ്ങൾ ആദ്യം തന്നെ y എടുത്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് അതിന്റെ ഫോർമുലയാണ്, അതായത് x/100 × y. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് എ പെർട്ടിക്കുലർ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഫോർമുല. നമുക്കവിടെ ചെയ്ത് നോക്കാം. 100 അതിന്റെ 2 സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. 9 × 3 27 ആണ്. നമ്മുടെ ആൻസർ എന്താണ്? 90യുടെ 30% എന്ന് പറയുന്ന വാല്യൂ 27 ആണ്. ഇതാണ് നമ്മൾ പെർസെൻറ്റേജിൽ പഠിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, x% ഓഫ് y കാണാൻ പറയുന്നത്. ഇനി നമ്മൾ ബേസ് വാല്യൂ എന്ന് പറഞ്ഞില്ലേ, ഈ ബേസ് വാല്യൂവിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ കുറച്ച് ഫോർമുലാസ് വരുന്നുണ്ട്. ഇത് ഈ പറയുന്നത് പൊതുവെ നമുക്ക് നമ്മളുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ പറഞ്ഞിരുന്നു അല്ലെ. പെർസെൻറ്റേജ് ഇൻക്രീസ്, അതായത് എ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസും ബി എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസും തന്നിട്ട് ഒരു വർഷത്തിൽ ബി എന്ന് പറയുന്ന കമ്പനിക്ക് എ എന്ന് പറയുന്ന കമ്പനിയേക്കാൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് സെയിലിൽ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷന് വരാറുള്ളത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്, പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെയാ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബേസ് വാല്യൂ ഉണ്ടാവും. അതായത് ഇപ്പം എ എന്ന് പറയുന്നതിന്റെ എത്ര ശതമാനം ഇൻക്രീസ് ആണ് ബിയുടെ എന്നായിരിക്കും ചോദ്യം. അപ്പം എയുടെ വാല്യൂ ആയിരിക്കും അവിടുത്തെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ ബേസ് വാല്യൂ. എനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അല്ലെ. എനേക്കാൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, അപ്പൊ എ എന്ന് പറയുന്ന വാല്യൂനേക്കാൾ എത്ര പെർസെൻറ്റേജ്. സോ ബേസ് വാല്യൂ ഒബ്വിയസ്ലി ആ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ടേംസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം എന്താണ്, നമ്മൾ 2 കമ്പനി കണ്ടിട്ട് എനേക്കാൾ എത്ര ഇൻക്രീസ് ആയിരുന്നു ബി എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും അവിടുത്തെ ബേസ് വാല്യൂ. ഓക്കെ, അപ്പം എയുടെ ബേസ് വാല്യൂ നിങ്ങളിവിടെ എഴുതണം. ഇനി എത്ര ഇൻക്രീസ് ഉണ്ടായി നമ്മൾ ആദ്യം കാണാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. എയുടെ ഒരു വർഷത്തെ സെയിൽസ് 100 ആണെന്ന് വിചാരിക്കുക, ബിയുടെ അതേ വർഷത്തെ സെയിൽസ് 120 ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ബി മൈനസ് എ 20 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് കണ്ടെത്തുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതണം. അതായത് ഇൻക്രീസ് നമ്മൾ ഈ 2 കമ്പനിയുടെ സെയിൽസിൽ കണ്ടെത്തിയ ഡിഫറൻസ് എത്രയാണ്, ഇൻക്രീസ് എത്രയാണ്, അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് വെക്കുക. ഡിനോമിനേറ്റർ എപ്പോഴും ബേസ് വാല്യൂ തന്നെയായിരിക്കും, ഇതിന്റെ വാല്യൂ ആയിരിക്കും. അത് 100 ആയിരിക്കും അവിടെ വരിക. എന്നിട്ട് ഇൻറ്റു 100. ഇതാണ് നിങ്ങൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടെത്താൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇൻക്രീസ് ബൈ ബി വി ബേസ് വാല്യൂ ഇൻറ്റു 100. ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടുത്തെ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും. നമ്മളുടെ ഡിഫറൻസ് നമ്മൾ ആദ്യം കാണാം. 100 മൈനസ് 120 അല്ലെങ്കിൽ 120 മൈനസ് 100 കണ്ടു, അത് 20 ആണെന്ന് മനസ്സിലായി. ബൈ 100 കണ്ടു, ഇൻറ്റു 100. ഇവിടെ പിന്നെ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമ്മളുടെ ആൻസർ 20% എന്നായിരിക്കും. അതായത് എ എന്ന് പറയുന്ന കമ്പനിനേക്കാളും, അതാണ് ബേസ് വാല്യൂ, അതിനേക്കാളും എത്രയാണ് 20% കൂടുതലായിരുന്നു ബി എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത്. ഇതാണ് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഇത് നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് വരിക. ഇതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഡിക്രീസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ഇനി നമുക്ക് ഡിക്രീസ് പെർസെൻറ്റേജും കാണേണ്ടിയുണ്ടാവും. ഡിക്രീസ് ഡിവൈഡഡ് ബൈ പി വി ഇൻറ്റു 100. അപ്പൊ ഈ ബേസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും ഒക്കെ. പക്ഷെ ഇത് പൊതുവെ വരുന്നത് നമ്മളുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് വരിക. നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുള്ളൂ. ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഈ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും ഒക്കെ കണ്ടിരുന്നു. ഇനി നിങ്ങൾ ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേം ആണ് എ ബൈ ബി ടേംസ് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 1/5% എന്ന് പറയാന്ന് വിചാരിക്കുക. 1/5% എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു 100 ഇങ്ങനെയായിരിക്കണം. അപ്പം എ ബൈ ബി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എ ബൈ
ബി ഇൻറ്റു 100. ഇതായിരിക്കും ഫോർമുല. 4/5% എത്രയാണെന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. ഫോർമുല നമ്മൾ പറഞ്ഞു 4/5 ഇൻറ്റു 100 ആയിരിക്കും. ഓക്കെ, 5 100 ആയിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇവിടെ 20 ആവുകയാണ്. അതായത് 4 ഇൻറ്റു 20 80 ആണ് ആൻസർ. അതായത് 80%. 4/5% എന്ന് പറഞ്ഞാൽ അത് 80%. ഫ്രാക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പെർസെൻറ്റേജിൽ പലപ്പോഴും ഫ്രാക്ഷൻസ് വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 33.33 എന്താണ് പെർസെൻറ്റേജ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ 125.11% ഓഫ് സംതിങ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് അറിഞ്ഞിരിക്കാനായിട്ട് നമ്മൾ ഈ ഫ്രാക്ഷൻസിന്റെ കുറച്ച് വാല്യൂസ് ഉണ്ട്, അതൊന്ന് നമ്മളൊന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇതിൽ പൊതുവെ ചോദിച്ച് കാണാറുള്ള ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. 1/2 അല്ലെ, 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഡെസിമൽ ആണ്, അതായത് 50% ആണ്. അത് നമുക്കൊന്ന് നോക്കാം. നോക്കി, 1/2% എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂസ് ആണ് പറയുന്നത്. ഓക്കെ, 1/2% എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 100 എന്നാണ്. 2ഉം 5ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് 50 കിട്ടി, അതായത് 50%. ഇനി 1/2 എന്ന് പറയുന്നതിന്റെ ഡെസിമൽ നമ്മൾ പറഞ്ഞു 0.5 ആണെന്ന്. അതായത് 50% എന്ന് പറഞ്ഞാല് 50/100 ആണ്. നമ്മൾ ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ 0.5 ഇതാണ് അതിന്റെ വാല്യൂ. അപ്പം 1/2 എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാണ്, 1/2% ഓഫ് 68 ആണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ഓർത്താൽ മതി, എയ്തർ ഇതിന് 68 ഇൻറ്റു 50/100 ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി 68 ഇൻറ്റു 0.5 എന്ന് ചെയ്താൽ മതി. അപ്പോഴത്തേനും നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇതാണ് ഈ ഫ്രാക്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നതിന്റെ ഒരു ഗുണം. നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം. 1/4 എന്ന് പറയുന്നത് 25% ആണ്. 4/1. 100 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിന്റെ 4/1 എന്ന് പറയുന്നത് 25%. അതായത് 25 ഇൻറ്റു 4 ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ 100 കിട്ടുള്ളൂ. അപ്പം 1/4 എന്ന് പറയുന്നത് 25%. ഇനി നിങ്ങൾ ഈ ഒരു ഫ്രാക്ഷൻസ് മൊത്തം എടുക്കുകയാണെങ്കിൽ അതില് നമ്മൾ 100 എന്ന് പറയുന്നതിന് ഒരു ബേസ് വാല്യൂ വെച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഇതിനെ ഈ ഒരു ഫ്രാക്ഷനെയും അല്ലെങ്കിൽ ഈ ഒരു ഡെസിമൽ പെർസെൻറ്റേജ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 1/2 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുക. 100ന്റെ 2 ഭാഗമായിട്ട് ആലോചിച്ചാൽ മതി. 100ന്റെ 2 ഭാഗം. അപ്പൊ എത്രയാണ്? 100ന്റെ പകുതി 50 അല്ലേ? നമ്മൾ ഉത്തരം അവിടെ 50 തന്നെയല്ലേ പെർസെൻറ്റേജ് കാണുന്നത്. പെർസെന്റ് 100ൽ 50. 1/2 എന്ന് പറഞ്ഞാൽ 100ൽ 50. അതുപോലെ അടുത്ത തന്നെ നോക്കിയേ, 1/5 കണ്ടോ അവിടെ 0.2 20% കണ്ടില്ലേ? അതായത് 100ന്റെ 5 ഭാഗങ്ങൾ. 100നെ 5 ഭാഗങ്ങളാക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഒരു ഭാഗം 20 ആണെന്നാ കിട്ടുക. അതായത് 20നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെ 100 കിട്ടണം. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ ഫ്രാക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണെന്ന് പറഞ്ഞു, അതായത് 0.25 ആണ്. നിങ്ങൾക്കൊരു ചോദ്യം വരാണ്, 1/4 ഓഫ് 300 എത്രയാണെന്ന് ചോദിക്കാന്ന് വിചാരിക്കുക. 1/4% ഓഫ് 300 എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 25 ഇൻറ്റു 25/100 ഇൻറ്റു 300 ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ട്ലി 0.25 ഇൻറ്റു 300 എന്ന് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അവിടെ കിട്ടുക. ഇനി 3/4 എന്ന് പറഞ്ഞാൽ അറിയാം 75% ആണ്. 3/4 എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ 1/4 എന്ന് പറയുന്ന ഒരു കണക്കാണ് പറയാല്ലേ. അതായത് 0.75. 100നെ എടുക്കുകയാണെങ്കിൽ അതിൽ എത്രയാണ്? 75%. ഈ ഒരു 100 എന്ന് പറയുന്നതിന്റെ 75ഓളം വരുന്ന ഭാഗം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അതാണ് 75 ആണ് ആൻസർ അതിന്റെ. അതുപോലെ 1/3 ഉണ്ട്, 0.33. പിന്നെ അതിന്റെ പെർസെൻറ്റേജ് 33.333 എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ 1/3% ഓഫ് 300 എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഏതർ 0.33 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 33.33 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്രയാണ്
ക്വസ്റ്റ്യൻ എത്രയാണ്? 300 ആണെങ്കിൽ ഇൻറ്റു 300 എന്നുള്ളൊരു സാധനം ചെയ്യും. അപ്പം ഈ ഒരു ഫ്രാക്ഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് അതൊന്ന് പെട്ടെന്ന്, ചിലപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ ഇതിൽ ഏത് ഫ്രാക്ഷനാണ് ചോദിക്കാന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് പയ്യൊന്ന് മനപ്പാടാക്കി വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കണ്ടെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് വേറെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഇപ്പം 3/8 എന്ന് പറയുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, 37.5% ഓഫ് 800 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ അടി നിങ്ങൾക്ക് മനസ്സിലാവും 3/8% ഓഫ് എന്താണ് 800 ആണെന്ന് മനസ്സിലാവും. പെട്ടെന്ന് നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കുകയും ചെയ്യും. അതിനാണ് ഈ ഫ്രാക്ഷൻസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് എടുത്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യം ഇത് നമ്മളുടെ ഈ ഒരു എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്രാക്ഷൻസ് നേരത്തെ കൂടി അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, 30% ഓഫ് 90 എത്രയാണെന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, എക്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? സെയിം ഫോർമുലയാണ്. വൈൻ്റെ എത്ര ഭാഗമാണ് എക്സ്, മനസ്സിലായോ? അതായത് എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാലും വൈന്റെ എക്സ് ശതമാനം ചോദിച്ചാലും ഇതാണ് ഫോർമുല. ഉദാഹരണത്തിന് 20 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 100 എന്ന് ചോദിക്കാന്ന് വിചാരിക്കും. അതിന്റെ ഫോർമുല എത്രയാണ്? 20 അല്ലെ? എക്സ് എന്ന് പറയുന്നിടത്ത് 20 ആണ്. ബൈ ബേസ് വാല്യൂ എത്രയാണ്? 100 ആണ്. ഇൻറ്റു വീണ്ടും 100 കൊടുത്തു. ആൻസർ എത്രയാ? 20%. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങളോട് ചോദിക്കുകയാണ്, 11 എന്ന് പറയുന്നത് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 77. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫോർമുല എത്രയാ? ഇതാണ് എക്സ്, ഇതാണ് ബേസ് വാല്യൂ. നിങ്ങൾക്കറിയാം എക്സ് ബൈ ബേസ് വാല്യൂ ആണ്. 11/77 ആണ് ഇൻറ്റു 100 ആണ് അല്ലെ? 100/7 ആണ് നിങ്ങളുടെ ആൻസർ വരിക. അതൊരു ഡെസിമൽ പോയിന്റ്. 80 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 400 എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ്? ഇതാണ് എക്സ്, ഇതാണ് ബേസ് വാല്യൂ. നിങ്ങളെടുത്ത് ഇതാണ് 8x/80. എക്സ് ബൈ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 400 ആണ് അല്ലെ? ഇൻറ്റു 100. ഓക്കെ, നിങ്ങൾ ഈ ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. 4ഉം 8ഉം എത്രയാണ്? 20. അഗെയിൻ 20 ആണ് വരുന്നത്. ഓക്കെ, 20% ആണ് അതിന്റെ ആൻസർ. അപ്പം എക്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ ഫോർമുല. ഓക്കെ, ഇനി ഇതേ ടൈപ്പിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. 50 എന്ന് പറയുന്നത്, ഓക്കെ, 50 എന്ന് പറയുന്നത് 50 ഈസ് 25% ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യാ? നമ്മളുടെ കയ്യിലൊരു ഫോർമുല ഉണ്ട് അല്ലെ? എക്സ് പെർസെൻറ്റേജ് നമ്മൾ കാണുകയാണ് അല്ലെ? അതെന്താ, എങ്ങനെയാ വരുന്നത്? നമുക്ക് ഇതിനൊരു ഫോർമുല ഉണ്ട് അല്ലെ? അതെങ്ങനെയാ നമ്മൾ കാണുക? അതായത് എക്സ്, ഇത് ബേസ് വാല്യൂ അല്ലെ? 50 ആണ് ഇവിടുത്തെ എക്സ്, ഈ എക്സ് ആണ് ഇവിടുത്തെ ബേസ് വാല്യൂ. അതായത് എക്സ് ബൈ BV ഇൻറ്റു 100 ആയിരിക്കും ആ പെർസെൻറ്റേജ് എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 25 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 25% എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 50 ആണ് അല്ലെ? 50 ബൈ, നമുക്കിനി എക്സ് കണ്ടുപിടിക്കണം. നമ്മളോട് എക്സ് എന്ന് ഇട്ടു, ഇൻറ്റു 100. ഓക്കെ, ഇനി എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. അതായത് 25x എന്ന് പറയുന്നത് 50 ഇൻറ്റു 100 ആണ് അല്ലെ? ഇനി ഈ 25ഉം 15 ക്യാൻസൽ ആയിപ്പോയി. അതായത് 25 ഇൻറ്റു 2 ആണ് 50 എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 100, അതായത് ആൻസർ 200 ആണ്. എക്സ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ നമ്മളുടെ ചോദ്യം പ്രകാരം 200ന്റെ 25% 50. കണ്ടോ? ഇങ്ങനെയാണ് വേറൊരു ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു x/y ഇൻറ്റു 100 എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഫോർമുല വെച്ചിട്ട് നമ്മൾ
3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലെ. ആദ്യം നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് പെർസെന്റേജ്, ഇത് എത്ര പെർസെന്റേജ് ആണെന്ന് ആദ്യം കണ്ടെത്തി. അതായത് എത്ര പെർസെന്റേജ് ആണ് X% ഓഫ് Y എന്ന് പറയുന്ന ടൈപ്പ് അല്ലെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടുപിടിച്ചു. നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈ വാല്യൂ കണ്ടെത്തി. എക്സ് എന്ന് തന്നിട്ട് ഈസ് 25% ഓഫ് 200 എന്ന് ഓൾറെഡി തന്നിട്ട് നമ്മൾ ഈ എക്സ് എത്രയാണെന്ന് ഇതേ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി. അതുപോലെ നമ്മളിപ്പോ ഈ ബേസ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഇതേ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾക്ക് ബേസിക്കലി ഈ എന്താണ്, ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും 2 അറിഞ്ഞിരുന്നാൽ ഈ മൂന്നാമത്തെ കണ്ടെത്താൻ എളുപ്പമാണ്. ആകെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഫോർമുലയാണ്. അപ്പം X/Y പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചിട്ട് A/B പെർസെന്റേജ് എന്ന് പറയുന്ന ഫോർമുല, അതായത് A/B × 100 എന്ന് പറയുന്ന ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. X% ഓഫ് Y% ഓഫ് Z. ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് അല്ലെ. പലപ്പോഴും നമുക്ക് നെറ്റ് എക്സാമിൽ വരാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാ? X/100 × Y/100 × Z. ഇതാണ് അതിന്റെ ഫോർമുല. ഇത് എത്ര നമ്പർ ഉണ്ടായിക്കോട്ടെ, Z/100 ഉണ്ടാവും, A/100 ഉണ്ടാവും, ഓഫ് ഇൻഫിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ്, ഇതാണ് അതിന്റെ ഫോർമുല. X% ഓഫ് Y% ഓഫ് Z എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ്? X/100 × Y/100 × Z. ഇതാണ് അതിന്റെ ഫോർമുല. ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളോട് പറയാണ് 15% ഓഫ് 100 എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 15% ഓഫ് 100. ഇതെങ്ങനെ കാണാം? ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ള ഫോർമുല വെച്ചിട്ടാണെങ്കിൽ 15/100 × 15/100 × 100. ഈ 100 ക്യാൻസൽ ആയിപ്പോയി. 15 × 15/100, അതായത് 225 15 × 15 കാണണ്ടേ നമ്മൾ? 15 × 15 അപ്പൊ എത്രയാണ്? 5 5 25 2 5 7 0 5 1 അല്ലേ? 225/100, അതായത് 2.25 ആയിരിക്കും ആൻസർ. നമ്മളുടെ ഓപ്ഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ ആണ് തരിക. ഈ വാല്യൂ തരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ചെയ്യണം. ഇനി പലപ്പോഴും നമുക്ക് UGC നെറ്റ് എക്സാമിന് ഇങ്ങനെ ഡെസിമൽസ് ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ തരണ്ടാവില്ല. 2.25 കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾക്ക് 2.3 എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ, അതായത് 2.25 ഒന്ന് എന്താണ് റൗണ്ട് അപ്പ് ചെയ്തിട്ടെ അതിനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടെത്തിയാൽ മതി. പ്രത്യേകിച്ചും ഇങ്ങനെ മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ അതെന്താണ്, അത് ആപ്ലിക്കബിൾ ആയിരിക്കും. എല്ലാ കേസിലും അല്ല പറയുന്നത്, മിക്കപ്പോഴും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാറുണ്ട്. പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു നിയർ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പാനിക് ആവണ്ട. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇതിനടുത്ത് വരുന്ന ഉള്ളൊരു വാല്യൂ തന്നെയായിരിക്കും നമ്മളുടെ ആൻസർ. അപ്പം നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ആൻസറിന്റെ നിയറസ്റ്റ് വാല്യൂ എത്രയാണ് അത് ടിക്ക് ചെയ്താൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒന്ന് റീചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്തേക്ക് ജസ്റ്റ് ഇപ്പം കൺഫ്യൂഷൻ വരികയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം ഓപ്ഷനിലുള്ള ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യണം. എന്നിട്ട് 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫോർമുല എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് 35% ഓഫ് എ നമ്പർ? If 12 is 15% of that number. Okay, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് വാട്ട് ഈസ് X% ഓഫ് Y if A is the Z% ഓഫ് Y. മനസ്സിലായോ? ഒരു ഈ നമ്പർ ഇവിടെ കോമൺ ആയിരിക്കും. ഈ നമ്പറിന്റെ 35% എത്രയെന്നായിരിക്കും ചോദ്യം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതേ നമ്പറിന്റെ 15% എന്ന് പറയുന്നത് 12 ആണ് എങ്കിൽ
ആ നമ്പറിന്റെ 35% എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. നമ്മൾ നേരത്തെ ഒരു x/y വാല്യൂല് ഒരു തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ബേസ് വാല്യൂ കണ്ടെത്താൻ, അതേ ഫോർമുലയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് നമ്മൾ പറഞ്ഞ നമ്പറില്ലേ, നമ്പറിന് നമ്മൾ x എന്ന് കൊടുക്കാം. നമ്മൾക്ക് കണ്ടെത്തേണ്ടത് എത്രയാണ്? 35% ഓഫ് എക്സ്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബേസ് വാല്യൂ എക്സ് ആണെന്ന് മനസ്സിലായില്ലേ. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, 12 എന്ന് പറയുന്നത് എക്സിന്റെ 15% പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. എക്സിന്റെ 15% 12. 12 എന്ന് പറയുന്നത് എക്സിന്റെ 15/100 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി നമുക്ക് ഇതിന് എക്സ് കണ്ടെത്തിക്കൂടെ? ഈ 100 ഇങ്ങോട്ട് കൊണ്ടുപോയി, അതായത് 15x = 12 × 100. എക്സ് എന്ന് പറഞ്ഞാൽ 12 × 100/15. 12ഉം 15ഉം 3ൽ പോവും, അതായത് ഇവിടെ 4, ഇവിടെ 5. 5ഉം 100ഉം എത്രയാണ്? 20. ആൻസർ എത്രയാണ്? 80. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യൻ എന്താണ്? 80യുടെ 35% എത്രയാണ്? 0 ക്യാൻസൽ ആയി പോയി. 8 എന്ന് പറഞ്ഞാല് അത് /2 4 ആണ്, പിന്നെ 5 ആണ്. 5 35ൽ പോകും 7. ആൻസർ ഇസ് 28. മനസ്സിലായോ? ഇതാണ് ആൻസർ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് ഓൾറെഡി ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. എക്സിന്റെ ഇത്ര ശതമാനം എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ഈ എക്സ് എത്രയാണെന്ന് ഇവിടെ കണ്ടെത്തണു. എന്നിട്ട് ആ എക്സിന്റെ ചോദിച്ചിരിക്കുന്ന ശതമാനം നമ്മൾ എന്താണ് 35% ഓഫ് എക്സ് എന്നുള്ളത് ഇവിടെ എത്രയാണ്? 8 × 35/100 എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി നമുക്ക് 28 എന്ന് പറയുന്ന ഒരു ആൻസർ അവിടെ കിട്ടി. ഓക്കെ, ഇതാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം ബേസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിലൊന്നും ഒട്ടും കോംപ്ലക്സ് അല്ല. ഇത് തന്നെ നമ്മൾക്ക് എന്താണ് ചെയ്തു വരുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വെറും ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും UGC നെറ്റിന് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എക്സ്പ്രസ് 24% ആസ് എ ഫ്രാക്ഷൻ. ഇതാണ് ചോദ്യം. 24% ആസ് എ ഫ്രാക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, ഫ്രാക്ഷൻ ആക്കുന്ന എങ്ങനെയാണ്? x% ആണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ്? x × 1/100 ആണ്. അതായത് x/100 ആണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ 24ന്റെ എങ്ങനെയാ നമ്മൾ കാണുക? 24% എന്ന് പറഞ്ഞാൽ × 1/100 ആണ് അല്ലെ. അതായത് ഇത് 12, ഇത് 50, ഇത് 6, ഇത് 25. ഇനി നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൻസർ എന്ന് പറയുന്നത് 6/25 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിൽ നമ്മളുടെ പെർസെൻറ്റേജ് എഴുതുക. 24%-നെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What percentage of 180.50 is 36.1? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 180.50ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 36.1 എന്നുള്ളത്? 36.1 എന്ന് പറയുന്നത് 180.50ന്റെ എത്ര, അതായത് എക്സ് ശതമാനമാണ്? എത്ര ശതമാനമാണ്? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കാം. ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുപോവാണേ. അപ്പം 360.1 × 100 ഈക്വൽസ് 180.50 × x എന്നാ കാണുന്നത്. ഇനി ഈ 36.1നെയും 180.5നെയും നമുക്ക് ഒന്ന് ഡെസിമൽസ് ഒന്ന് കളഞ്ഞു നോക്കാം. അപ്പൊ ഇവിടെ × 10 കൊടുക്കാം, ഇവിടെയും × 10 കൊടുക്കാം. അപ്പം 361. ഓക്കെ, 361 × 100 ഈക്വൽസ് 1805 × x എന്ന് കിട്ടി. അതായത് എക്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വെക്കുകയാണെങ്കിൽ, എക്സിനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 361 × 100, ഇനി ഇത് ഇങ്ങോട്ട് പോകും അല്ലെ. അതായത് താഴെ വരും 1805 എന്ന് കിട്ടി. അതായത് 36100/1805. ഈ 1805നെ 5 ×
2 ചെയ്താൽ നോക്കാം 10 1 1 6 ഈ 1805 ഇല്ലേ അതിന്റെ 2 ടൈംസ് ആണിത് 3610 എന്നുള്ളത്. നിങ്ങളുടെ ആൻസർ അവിടെ എന്തായി 2 പിന്നെ അവിടെ ഒരു 0 കൂടി ഉണ്ടല്ലേ 20. അപ്പൊ ആൻസർ എത്രയാണ് 20%. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എത്രയാണ് എങ്ങനെയാണ് 18.5ന്റെ എത്ര ശതമാനമാണ് 36.1 നമ്മൾ ചെയ്ത് നോക്കി ആൻസർ കിട്ടി. എത്രയാണ് എക്സ് എന്ന് പറയുന്നത് 20% ആണ്. അതായത് 180.5ന്റെ 20% ആണ് 36.1 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അരുൺസ് ഇൻകം ഈസ് 60% ഓഫ് ബാനുസ് ഇൻകം. ഇഫ് ബാനുസ് ഇൻകം ഈസ് 15,000 then find അരുൺസ് ഇൻകം. ഇതാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ പറയുന്നത്? അരുണിന്റെ ഇൻകം എന്നിടാം. അരുണിന്റെ ഇൻകം എന്ന് പറയുന്നത് 60% ഓഫ് ബാനു ആണ് അല്ലെ. അതായത് എ എന്ന് പറയുന്നത് അരുണിന്റെ ഇൻകം എന്ന് പറയുന്നത് 60 into 1/100 into ബാനു. അതായത് 60/100 into ബാനുവിന്റെ ഇൻകം എത്രയാണ് 15,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 15,000 അപ്പൊ 0 ക്യാൻസൽ ചെയ്തു. 15 into 6 ആണ്. 15 into 6 ചെയ്ത് നോക്കാം 30. ഇപ്പൊ 90 കിട്ടി. അതായത് ആൻസർ എത്രയാണ് 90. പിന്നെ ഇവിടെ ഒരു 0 ഈ ഒരു 0. അപ്പം അരുണിന്റെ ഇൻകം 9,000 rupees ആണ്. സിമ്പിൾ ആണ്. അതായത് എയുടെ ഇത്ര ശതമാനം എയുടെ അല്ല എ എന്ന് പറയുന്നത് ബിയുടെ ഇത്ര ശതമാനമാണെന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എത്രയാണ് ഗിവൺ ബിയുടെ ഒരു വാല്യൂ നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ ഇങ്ങനെയാണ് കണ്ടെത്തുക. അതായത് എ എന്ന് പറയുന്നത് 60% ഓഫ് ബി ആണ്. ബി എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ 15,000ന്റെ 60% ആയിരിക്കും എയുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63% of employees in a company are females. If the number of male employees is 111, then the total number of employees is. ഇതാണ് ചോദ്യം. ഒരു കമ്പനിയിൽ 63% അല്ലെ 63%, 63% വരുന്നത് സ്ത്രീകളാണ്, ഫീമെയിൽസ് ആണ്. 63% ഫീമെയിൽസ് ആണെങ്കിൽ മെയിൽസ് എത്ര ഉണ്ടാവും? 100 - 63 അല്ലേ. അതായത് 37% ആയിരിക്കും അല്ലെ. 37% ആര് മെയിൽസ്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മെയിൽസിന്റെ വാല്യൂ എത്രയാണ് 111 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണ് ഒരു കമ്പനിയിൽ 63% സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞു, 111 മെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 63% ഫീമെയിൽസ് ആണെങ്കിൽ മെയിലിന്റെ ശതമാനം എത്രയായിരിക്കും? 37% ആയിരിക്കും. അതായത് 37% എന്ത് ശതമാനം ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ നമ്പർ അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഈ 63% ഓഫ് എക്സ് ആയിരിക്കും ഫീമെയിൽസ്, 37% ഓഫ് എക്സ് ആയിരിക്കും 111 അല്ലെ. അപ്പൊ 37% ഓഫ് എക്സ് ആണ് എന്ത് 111 എന്ന് പറയുന്ന നമ്പർ. അതായത് 37/100 ഇൻറ്റു എക്സ് ഈക്വൽസ് 111. ഇനി 37x എന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് പോകുമ്പോൾ 111 ഇൻറ്റു 100. എക്സ് എന്ന് പറഞ്ഞാൽ 111 ഇൻറ്റു 100/37. 37 into 3 ആണ് കേട്ടോ 111. നോക്കാം 37 into 3 എന്ന് പറഞ്ഞാൽ 37 21 2 3 3 9 9 2 11 കണ്ടോ. അപ്പോൾ 37ന്റെ 3 ടൈംസ് ആണ് 111. 3 into 100. നമ്മുടെ ആൻസർ എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 300 ആണ്. കമ്പനിയിൽ എത്ര ആളുകളുണ്ട്? 300 ഉണ്ട്. 300-ൽ 111 പേര് എന്താണ് മെയിൽസ് ആണെന്ന് പറഞ്ഞു. അതായത് 37%. 300ന്റെ 37% 111 ആണെന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഈ 63 കൂടി ഒന്ന് കണ്ടെത്തിയാലോ. 63 /100 ഇൻറ്റു 300. ഓക്കെ, പോയി 63 ഇൻറ്റു 3 ആണ് 9 189. ജസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ. 189 + 111 9 1 0 1 0 1 300 കറക്റ്റ് അല്ലേ.
നമുക്ക് 63% ഓഫ് ഫീമെയിൽസ്, പിന്നെ 37% ഓഫ് മെയിൽ 111 ആണെന്ന് കണ്ടു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എക്സ് കണ്ടെത്തി അല്ലെ. നമുക്ക് ഇവിടെ എക്സ് തന്നെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ എക്സ് കണ്ടെത്തി. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തി 300 ആണെന്ന് അല്ലെ. നമ്മൾ രണ്ടിടത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നമുക്ക് ആൻസർ 300 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മളുടെ പെർസെന്റേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ സെക്ഷനിൽ വരിക. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.